Hi students, welcome to class Aura. നമ്മൾ ഡിറ്റർമിൻ്റ് എന്ന ചാപ്റ്ററിനകത്ത് പാർട്ട് 4 ടോപ്പിക്കാണ്. ഇഫ് എ എന്ന് പറഞ്ഞാൽ 2, 4, -1, 2 ആണ്. ഷോ ദാറ്റ് ഡിറ്റർമിൻ്റ് 3 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡിറ്റർമിൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം ഡിറ്റർമിൻ്റ് 3a ആണ്. ഇത് ഏത് മെട്രിക്സാ? 2/2 മെട്രിക്സാണ്. അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? 3a a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിൻ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ നമുക്ക് തന്നേക്കണേ? 2, 4, -1, -1, 2 ആണ്. ആ മെട്രിക്സ് ആദ്യം എഴുതി. അപ്പോൾ 3a എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 2, 4, -1, 2 ആയി. നമ്മൾ ഈ മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 6 ആയി. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആയി. 3 × -1 -3 ആയി. 3 × 2 6 ആയി. അപ്പം ഈ മെട്രിക്സിനെ ഓരോ മെട്രിക്സിനെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 2 6, 3 × 4 12, 3 × -1 -3, 3 × 2 6 ആയി. അപ്പോൾ നമ്മൾ 3a എന്ന് പറഞ്ഞ മെട്രിക്സ് ആയി. ഇനി ഇതിൻ്റെ ഡിറ്റർമിൻ്റ് എടുത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിൻ്റ് 3a എന്ന് പറഞ്ഞാൽ എന്താ? ഈ തന്നേക്കണ മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് ആണ്. അപ്പോൾ ഡിറ്റർമിൻ്റ് നമുക്കറിയാം, റോയെ നേരെ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ 6 × 6 എന്ന് പറഞ്ഞാൽ 36 വരും. മൈനസ് ഓൾറെഡി ഉള്ള ഒരു മൈനസ് നമ്മൾ എപ്പോഴും അവിടെ ഇടണം. ഇനി -3 × 12 എന്ന് പറഞ്ഞാൽ എന്താണ്? -36 വരും. കാരണം 12 × 3 36 ആണ്. അപ്പോൾ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. -3 × 12 കൂടെ വരുമ്പോൾ 2 നെഗറ്റീവ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കിയേ? 36 + 36 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ആയി. അപ്പോൾ ഡിറ്റർമിൻ്റ് 3a കിട്ടി. ഇനി നമ്മളോട് റൈറ്റ് സൈഡ് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? 9 ഇൻറ്റു ഡിറ്റർമിൻ്റ് a ആണ്. അപ്പോൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? ഡിറ്റർമിൻ്റ് a കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഡിറ്റർമിൻ്റ് a എഴുതി. ഡിറ്റർമിൻ്റ് a എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ടു കോളം 1, 2 × 2 4, 2 × 2 -1 × 4. നേരെ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് എടുത്തു. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. മൈനസ് +4 ആയി. അപ്പോൾ 4 + 4 8 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 9 ഇൻറ്റു ഡിറ്റർമിൻ്റ് a എഴുതണം. അതായത് 9നെ ഡിറ്റർമിൻ്റ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 9 × 8 വരും. 9 × 8 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടിയെന്ന് നോക്കിയേ? ഡിറ്റർമിൻ്റ് 3a എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡിറ്റർമിൻ്റ് a ആണ്. ഇത് നമ്മുടെ ഒരു ജനറൽ ഫോർമാണ്. ഡിറ്റർമിൻ്റ് 3a എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാമോ? ഇത് നമ്മൾ നോട്ടായിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിൻ്റ് ka എന്ന് പറയുന്നത്, ഇവിടെ n/n മെട്രിക്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് k⁻n ഇൻറ്റു ഡിറ്റർമിൻ്റ് എന്ന് എഴുതാം. ജനറൽ ഫോം ആണിത്. n/n മെട്രിക്സ് ആണെങ്കിൽ ഇതിന് എന്ത് എഴുതാം? k⁻n ഇൻറ്റു ഡിറ്റർമിൻ്റ് a ആണ്. ഇവിടെ നമുക്ക് തന്നേക്കണ 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3² ഇൻറ്റു ഡിറ്റർമിൻ്റ് a ആണ്. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? 9 ഇൻറ്റു ഡിറ്റർമിൻ്റ് a എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആൻസറായി. അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വേറെ വീഡിയോയിൽ ഇതിൻ്റെ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അതെപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ.